ഹലോ, ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ടേ ഒന്ന് മാറിയ കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടാതിരുന്നത്. അൽഹംദുലില്ലാ, ഇപ്പോൾ ഒക്കെ റാഹത്തായിട്ടാ. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ, നമ്മൾ ഒരുപാട് കോഴികൾ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ പൂവന്മാരൊക്കെ നമുക്ക് സെയിലായി പോയിട്ടാ. ഇപ്പോൾ ഒരു പൂരത്തിൻ്റെ ടൈമായ കാരണം കൊണ്ട് അവർക്ക് പൂവന്മാരെ ആവശ്യമാണല്ലോ. അതുകൊണ്ട് നമ്മളോട് ഒരുപാട് ആളുകൾ ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂവന്മാരെ. അതിൽ കുറച്ച് പൂവന്മാരൊക്കെ ഇപ്പോൾ പോയി, അത്യാവശ്യം വലിപ്പമുള്ളവരൊക്കെ പോയിട്ടോ. ഇനി നമുക്ക് ഓർഡർ ഉള്ളത് മാർച്ച് മാസത്തിലേക്കാണ്. അതുവരെ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ആളുകൾ വന്ന് കൊണ്ടുപോകാമെന്നല്ലാതെ നമുക്ക് ഇനിയിപ്പോൾ പൂരത്തിന് ഓർഡർ ഉള്ളത് നമുക്ക് മാർച്ച് മാസത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ആ സമയത്തേക്കുള്ള കുറച്ച് പൂവന്മാരും കൂടി നമ്മുടെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ പൂവനൊക്കെ സെയിലായി പോകും. പിന്നെ നമുക്ക് ആവശ്യമുള്ള പൂവന്മാരെ നിർത്തിയിട്ട് ബാക്കിയൊക്കെ നമ്മൾ കൊടുക്കും കേട്ടോ. പിന്നെ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാടൻ കോഴി വളർത്തലിൽ എൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നാടൻ കോഴി വളർത്തലിലേക്ക് വരുന്ന ആളുകളാണെങ്കിൽ ഞാൻ അവരെ സന്തോഷത്തോടെ രണ്ട് കൈ നീട്ടിയിട്ട് സ്വീകരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നാടൻ കോഴി വളർത്തൽ ഒരിക്കലും നമുക്കൊരു നഷ്ടമല്ല, ലാഭമല്ലാതെ നമുക്കൊരു നഷ്ടം വരുന്നില്ല കേട്ടോ. പിന്നെ നമ്മളുള്ള സ്ഥലത്ത് കോഴികളെ വളർത്തുകയാണെങ്കിൽ നമുക്ക് നഷ്ടം വരില്ല. പിന്നെ നമ്മൾ സ്ഥലമൊക്കെ ലീസിനെടുത്തിട്ടും ഒക്കെ ആയിട്ട് നമ്മൾ വളർത്തുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് നഷ്ടം വരുള്ളൂ. കാരണം നമുക്ക് പ്രതീക്ഷിച്ച വരുമാനം അതിൽ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥലത്തിന് ലീസിന് നമുക്ക് പാട്ടം കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മളെ കയ്യിൽ ഇതിനൊന്നുള്ള പൈസ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് നഷ്ടം പറ്റും. അല്ലാതെ നമ്മളുടെ വീട്ടിൽ നമ്മൾ ഉള്ള സ്ഥലത്ത് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുമ്പോൾ ഉള്ളത് കൊണ്ട് നമ്മൾ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നഷ്ടമൊന്നും വരില്ല, നമുക്ക് ലാഭം തന്നെ വരികയുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ തോനെ കോഴികളൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീറ്റയൊന്നും ലൂസ് വാങ്ങാതിരിക്കുകയാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നമുക്ക് ലൂസ് വാങ്ങുമ്പോൾ 2, 3, 4 രൂപയുടെ മാറ്റം വരുന്നുണ്ട് ലൂസും ചാക്കും വെച്ചിട്ട്. ഇപ്പോൾ എനിക്കൊക്കെ ഒരു ചാക്ക് വാങ്ങിയപ്പം 400 രൂപയുടെ മാറ്റം വന്നു കേട്ടോ ചാക്കുമ്മൽ. അപ്പോൾ നമ്മൾ കുറച്ച് തോനെ കോഴികളൊക്കെ ഉള്ള ആളുകൾ നമ്മൾ ചാക്ക് തീറ്റ വാങ്ങുകയാണ് നല്ലത്. അതാണ് നമുക്ക് ലാഭം. എപ്പോഴും നമ്മളെ മാർക്കറ്റിൽ എവിടെ നിന്നാണോ നമുക്ക് ലാഭത്തിൽ തീറ്റകൾ കിട്ടുന്നത് വെച്ചാൽ അത് നമ്മൾ സംഘടിപ്പിക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ലാഭം കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ലൂസ് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം നമുക്ക് ലൂസിൽ വരുന്നുണ്ട്. അല്ല പിന്നെ കുറച്ച് കോഴികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൂസ് വാങ്ങുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ നമ്മൾ ചാക്ക് എടുക്കാതിരിക്കുകയാണ് നല്ലത്, ലൂസ് വാങ്ങുക തന്നെയാണ് നല്ലത്. നമ്മളുടെ കോഴികളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് നമ്മൾ തീറ്റയും എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് വാങ്ങിയാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ തീറ്റയുടെ കാര്യമാണെങ്കിലും കോഴികളുടെ കാര്യമാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ലാഭം കിട്ടും. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ നമുക്ക് അഴിച്ചു വിട്ട് വളർത്തണമെന്ന് പേര് തന്നെ ഉള്ളൂ. കാരണം നമ്മൾ എന്തൊക്കെ തിന്നാൻ കൊടുക്കണോ അതന്നെ അവർക്കുള്ളൂ. അല്ലാതെ നമ്മൾക്ക് ഇപ്പോൾ കൂട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വിടണുള്ളൂ എന്നുള്ളൂ. അല്ലാത്ത സംഗതികളൊക്കെ നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന എന്ത് ഫുഡും നമ്മൾ അവർക്ക് കൊടുക്കുക. ഫ്രീ എന്ന് വെച്ചാൽ ചോറൊഴികെ നെയ് മുറ്റാതിരിക്കാൻ ചോറ് കൂടുതൽ കിട്ടണമെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട. അല്ലാത്ത എല്ലാ ഫുഡുകളും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നാടൻ കോഴി വെള്ളത്തിൽ ലാഭം തന്നെയാണ് കേട്ടോ നമുക്ക് ഉണ്ടാവുക. പിന്നെ ഒന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് അസോള കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അസോള വളർത്താൻ വേണ്ടി നോക്കണം. അസോള കൊടുത്താൽ ഒരുവിധം നല്ല പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെയാണ് കോഴികൾ നല്ല മുട്ടോൽപാദനം ഉണ്ടാകും. അതേപോലെ നമ്മൾ പച്ചപ്പുല്ലുകളും അതേപോലെ പപ്പായ, ചായമൻസിൻ്റെ ഇല, അതേപോലെ നമ്മൾ പച്ചക്കറി വേസ്റ്റുകൾ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് നമ്മൾ തോനെ കോഴികളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ ഒന്ന് സംഘടിപ്പിച്ച് കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ലാഭം എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ പുള്ളിക്കോഴികൾക്കൊക്കെ നല്ല ഡിമാൻഡുള്ള സമയമാണല്ലോ ഇപ്പോൾ നമ്മൾ മനുഷ്യന്മാർക്ക് തന്നെ ഈ ഒരു പുള്ളികളോട് ഭയങ്കര ട്രെൻഡാണ്. എന്നോട് തന്നെ ഒരുപാട് ആളുകൾ പുള്ളിക്കോഴി ഉണ്ടോ എന്ന് ചോദിക്കും. ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് പുള്ളിക്കോഴികൾ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സ്റ്റോക്ക് ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടില്ല. പുള്ളിക്കോഴികൾ ഇന്ത്യയിലുണ്ട്. പിന്നെ ഞാനെന്ന് വെച്ചാൽ വെറും പുള്ളി മാത്രമല്ല, നമ്മുടെ എല്ലാ ലൈനേജ് ആയാലും പുള്ളി ആയാലും അതേപോലെ വെറും ഒറ്റ കളറായാലും ലൈനേജ് ആയാലും അങ്ങനെ എല്ലാം കൂടി കൂട്ടിക്കുഴച്ചിട്ടുള്ളൊരു ഇതാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. പുള്ളിക്ക് പുള്ളിയുണ്ട്, എല്ലാതും ഉണ്ട്. അല്ലാണ്ട് വെറും പുള്ളി മാത്രമല്ല, അതെനിക്ക് ഇഷ്ടമില്ല കേട്ടോ. എല്ലാ കോഴികളും വേണം, എല്ലാ വെറൈറ്റി കോഴികളും വേണം. അപ്പോഴാണ് അതിനൊരു ഭംഗിയുള്ളൂ.
അല്ലാതെ വെറും പുള്ളി മാത്രമായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പുള്ളിക്കോഴികളും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വിരിച്ചിറക്കിയാലും പുള്ളിക്കോഴികളുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ പുള്ളിക്കോഴികളെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് വലുതായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു കുറച്ച് പുള്ളിക്കോഴികളെ തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഡിമാൻഡായ കാരണം നല്ല പൈസ കിട്ടും. പുള്ളിപ്പൂവനും പുള്ളിപ്പടക്കും അതേപോലെ റെഡും ബ്ലാക്കും കൂടിയുള്ള പുള്ളിപ്പൂവന്മാരും പുള്ളിപ്പടകൾക്കൊക്കെ ഭയങ്കര റേറ്റാണ്. അപ്പോൾ നമ്മൾ അതൊന്ന് കളക്ട് ചെയ്ത് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സെയിലുണ്ടാക്കാം. അതേപോലെ വെള്ളക്കോഴികളെ മാത്രം ചോദിച്ച് വരുന്നവരുണ്ട്. നമുക്കിവിടെ 3 പൂവനുണ്ടായിരുന്നു വെള്ള, 3 പൂവനും പോയിട്ടോ. അതേപോലെ ഓരോരുത്തരിങ്ങനെ ചോദിക്കുമ്പോൾ അതേ എപ്പോഴും നമ്മളോട് കോഴികളെ ചോദിക്കുമ്പോൾ നമ്മളെ കയ്യിൽ കോഴികളെ കൊടുക്കാൻ നമ്മളടുത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. അതാണ് നമുക്ക് ഏറ്റവും ഇതും വേണ്ടത്. ഇപ്പം എന്നോടൊക്കെ ചോദിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് കോഴികളെ കൊടുക്കാനില്ല. കാരണം ഞാനിങ്ങനെ വിരിയിച്ചിറക്കിയ ഒരു അടുത്ത കൂട് സെറ്റായി വരുമ്പോഴേ അടുത്ത മുട്ട ഞാൻ വിരിയിക്കാറുള്ളൂ. അല്ലാതെ എനിക്ക് സൗകര്യമില്ലല്ലോ. ഉള്ള കൂട്ടിലൊക്കെ കോഴികളല്ലേ. ഇനിയിപ്പോൾ കുറച്ച് കോഴികളൊക്കെ വിറ്റൊഴിഞ്ഞ് പോയാൽ മാത്രമേ നമുക്ക് പുതിയ സെക്ഷൻ വിരിച്ചിറക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ വിരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇനി ഏകദേശം ഒരു 18 ദിവസം കഴിഞ്ഞാൽ അത് വിരിഞ്ഞിറങ്ങും. അപ്പോഴത്തേനും നമുക്ക് മറ്റുള്ളവരെയൊക്കെ വലുതാക്കി സെയിൽ ചെയ്യണം. അങ്ങനെയാണ് എൻ്റെ ഒരു അവസ്ഥ കേട്ടോ. അപ്പോൾ സ്ഥലവും അതേപോലെ ഇത് വളർത്താനുള്ളൊരു മനസ്സൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നാടൻ കോഴികളെ വളർത്തിയത് നല്ല ലാഭമാണ് കേട്ടോ. ഒരു കുഴപ്പമില്ല. അതേപോലെ നമുക്ക് മനസ്സിനൊരു സുഖമാണ്. മനസ്സിന് നമുക്ക് നല്ലൊരു റാഹത്താണ് ഇവരെത്തി വരുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ. പിന്നെ ഞാനൊക്കെ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിട്ടോ ഇവർക്ക് വെള്ളം കൊടുക്കാനും ഫുഡ് കൊടുക്കാനൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ അയൽവക്കത്തുള്ള താത്താനോട് പറഞ്ഞിട്ട് ഫുഡ് ഞാൻ അവർക്കുള്ളതൊക്കെ കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു 2 ദിവസത്തിനുള്ളത്. വെള്ളം അവർ വന്നിട്ട് പിന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മളെ സഹായിക്കാനുള്ള നല്ല മനസ്സുള്ള അയൽവക്കക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മിണ്ടാപ്രാണികൾക്ക് നമ്മൾ എവിടെ പോയാലും വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ട് വരില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അതിന് വലിയൊരു നിപ്പിൾ ഡ്രിങ്കറൊക്കെ ആയിട്ടുള്ളൊരു ബോട്ടിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ കുറിച്ചുള്ള റിവ്യൂ ഞാൻ പറഞ്ഞു തരണ്ട്. അതെങ്ങനെയാണ് യൂസ്ഫുൾ ആവുകയെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണ്ട് കേട്ടോ. അപ്പോൾ നാടൻ കോഴി വളർത്തൽ എന്തുകൊണ്ടും ലാഭം തന്നെയാണ്, നഷ്ടമൊന്നുമില്ല. പക്ഷേ അതിനനുസരിച്ച് വളർത്തണം കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ ഒരു പൂവൻ പൂണുണ്ടോ, അതൊക്കെ 7 കളറാണ്. അങ്ങനത്തെ ഒരു പൂവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടുന്ന് ഒരാൾ ചോദിച്ച് മേടിച്ച് കൊണ്ടുപോയി കേട്ടോ. 7 കളർ വേണം, പണ്ട് കാലത്തുള്ള പൂവനാണത്, അതുകൊണ്ട് അത് വേണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് അവർ കൊണ്ടുപോയി കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരെ. താങ്ക് യു.